ശാലിനി മാധവൻ ഗുരുവായൂരിനാണ് വരുന്നത്. എൻ്റെ വീട് ശരിക്കും ചെന്നൈയിലാണ്, എൻ്റെ സ്വന്തം വീട്. ഞാൻ പാലക്കാട്ടുകാരാണ്. ഇവിടെ ഗുരുവായൂരിലാണ് ഇപ്പോൾ വന്ന് താമസിക്കുന്ന ഭഗവാൻ നിമിത്തം. പൊങ്കാല ഞാൻ 3 വർഷമായിട്ട് ഇടുന്നുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ്. അത് ബ്രാഹ്മിൻസിൻ്റെ ഇതിൽ ഇടുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ വർഷവും ഇടാറുണ്ട്. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ഇപ്രാവശ്യം അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത്. ഞാൻ അക്യുപഞ്ചർ ഡോക്ടറാണ്. പിന്നെ സിദ്ധ ആയുർവേദയിലൊക്കെ ഉണ്ട്. ആയുർവേദ മസാജ് പഞ്ചകർമ്മ ചെയ്യുന്നത്. ബ്യൂട്ടീഷ്യനാണ്. അതേപോലെ തന്നെ യോഗ ഇൻസ്ട്രക്ടറാണ്. സ്ഥാപനമുണ്ട് ചെന്നൈയിൽ, എനിക്ക് സ്ഥാപനമുണ്ട്. പക്ഷെ ഇപ്പോൾ ഭഗവാൻ എന്നെ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു, ഗുരുവായൂരിൽ ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അത്യാവശ്യം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്, യോഗയൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോയോണ്ടിരിക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്തിൽ വന്നിട്ട് ഇങ്ങനെ പൊങ്കാല ഇടുന്നതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന അറിയില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ബ്രാഹ്മൺ അഗ്രഹത്തിൽ വന്നിട്ട് പൊങ്കാല ഇടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് തീർച്ചയായിട്ട് കിട്ടിയതാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. ഒരു രമേഷ് ജിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ ഇതിലാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷവും ഇടണം, മുടങ്ങാതെ ചെയ്യണമെന്നാണ് ആഗ്രഹമുള്ളത്. അവിടെ കൊണ്ട് വയ്ക്കാൻ ആദ്യക്കാൽ അമ്മയുടെ അടുത്ത് എല്ലാ വർഷവും ഞാൻ പോകാറുണ്ട്. ട്രിവാൻഡ്രം ഞാൻ വരുമ്പോൾ ഇസ്കോണിലേക്ക് വരും. അപ്പോൾ ഞാൻ ആറ്റുകാലമ്മയെ കാണാൻ പോകാറുണ്ട്. ആറ്റുകാലമ്മയെ കണ്ടിട്ട് വരുമ്പോൾ ഒരു വലിയൊരു സന്തോഷം, ഒരു സൗഭാഗ്യമല്ല പോലെ തന്നെയാണ് തോന്നാറ്. എല്ലാ വർഷവും എനിക്ക് പോകാൻ പറ്റാറുണ്ട്. കഴിഞ്ഞ വർഷം നല്ല തിരക്കായിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഞങ്ങൾ ചെങ്കൽ എന്ന് പറഞ്ഞ ശിവൻ അമ്പലത്തിലേക്ക് പോകാൻ കാരണം ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇത് പൊങ്കാല ഇട്ട ശേഷം അമ്മയെ ഒന്ന് കാണാൻ പോകും. അത് കഴിഞ്ഞിട്ട് 16 സമയമൊക്കെയും അങ്ങോട്ട് നടത്ത് അവിടെ ഒന്ന് വിഗ്രഹം വെച്ചാൽ മതി. ഇവിടെയാണ് ഞാൻ പൊങ്കാല ഇടുന്നത്. ശാലിനി മാധവൻ ഗുരുവായൂരിനാണ് വരുന്നത്. എൻ്റെ വീട് ശരിക്കും ചെന്നൈയിലാണ്, എൻ്റെ സ്വന്തം വീട്. ഞാൻ പാലക്കാട്ടുകാരാണ്. ഇവിടെ ഗുരുവായൂരിലാണ് ഇപ്പോൾ വന്ന് താമസിക്കുന്ന ഭഗവാൻ നിമിത്തം. പൊങ്കാല ഞാൻ 3 വർഷമായിട്ട് ഇടുന്നുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ്. അത് ബ്രാഹ്മിൻസിൻ്റെ ഇതിൽ ഇടുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ വർഷവും ഇടാറുണ്ട്. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ഇപ്രാവശ്യം അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത്. ഞാൻ അക്യുപഞ്ചർ ഡോക്ടറാണ്. പിന്നെ സിദ്ധ ആയുർവേദയിലൊക്കെ ഉണ്ട്. ആയുർവേദ മസാജ് പഞ്ചകർമ്മ ചെയ്യുന്നത്. ബ്യൂട്ടീഷ്യനാണ്. അതേപോലെ തന്നെ യോഗ ഇൻസ്ട്രക്ടറാണ്. സ്ഥാപനമുണ്ട് ചെന്നൈയിൽ, എനിക്ക് സ്ഥാപനമുണ്ട്. പക്ഷെ ഇപ്പോൾ ഭഗവാൻ എന്നെ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു, ഗുരുവായൂരിൽ ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അത്യാവശ്യം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്, യോഗയൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോയോണ്ടിരിക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്തിൽ വന്നിട്ട് ഇങ്ങനെ പൊങ്കാല ഇടുന്നതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന അറിയില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ബ്രാഹ്മൺ അഗ്രഹത്തിൽ വന്നിട്ട് പൊങ്കാല ഇടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് തീർച്ചയായിട്ട് കിട്ടിയതാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. ഒരു രമേഷ് ജിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ ഇതിലാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷവും ഇടണം, മുടങ്ങാതെ ചെയ്യണമെന്നാണ് ആഗ്രഹമുള്ളത്. അവിടെ കൊണ്ട് വയ്ക്കാൻ ആറ്റുകാൽ അമ്മയുടെ അടുത്ത് എല്ലാ വർഷവും ഞാൻ പോകാറുണ്ട്. ട്രിവാൻഡ്രം ഞാൻ വരുമ്പോൾ ഇസ്കോണിലേക്ക് വരും. അപ്പോൾ ഞാൻ ആറ്റുകാലമ്മയെ കാണാൻ പോകാറുണ്ട്. ആറ്റുകാലമ്മയെ കണ്ടിട്ട് വരുമ്പോൾ ഒരു വലിയൊരു സന്തോഷം, ഒരു സൗഭാഗ്യമല്ല പോലെ തന്നെയാണ് തോന്നാറ്. എല്ലാ വർഷവും എനിക്ക് പോകാൻ പറ്റാറുണ്ട്. കഴിഞ്ഞ വർഷം നല്ല തിരക്കായിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഞങ്ങൾ ചെങ്കൽ എന്ന് പറഞ്ഞ ശിവൻ അമ്പലത്തിലേക്ക് പോകാൻ കാരണം ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇത് പൊങ്കാല ഇട്ട ശേഷം അമ്മയെ ഒന്ന് കാണാൻ പോകും. അത് കഴിഞ്ഞിട്ട് 16 സമയമൊക്കെയും
നീ അങ്ങോട്ട് നടന്നിട്ട് അവിടെ ഒന്ന് ഈ വിഗ്രഹം വെച്ചാൽ മതി. ഇവിടെയാണ് ഞാൻ പൊങ്കാല ഇടുന്നത്. എനിക്ക് സ്ഥാപനമൊക്കെ ഉണ്ട്. എനിക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആശുപത്രിയിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ യോഗ പഠിപ്പിക്കുന്നുണ്ട്, സിദ്ധ ആയുർവേദമൊക്കെ. അതിൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ ആയപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിൽ വന്നിട്ട് ഒരു ക്ലിനിക്ക് ആരംഭിച്ചു വന്നിട്ട് 9 മാസം നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെയും ലോക്ക്ഡൗൺ ആയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോണ വീട് അടയ്ക്കുന്ന നേരത്തെ ഉള്ളിൽ നിന്നൊരു കുട്ടിയുടെ ശബ്ദം. അപ്പോൾ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാനോ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം കേട്ടു, കുട്ടിയുടെ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ വേഗം വാതിൽ തോന്നി. ഞാൻ ഇങ്ങനെ പോകുന്നേക്ക് പറഞ്ഞിട്ട് ഉണ്ണിയെ അന്ന് തൊട്ടാണ് കണ്ണനെ കയ്യിൽ കൊണ്ട് നടക്കുന്നത്. പിന്നെ അങ്ങനെ എല്ലാ പ്രാവശ്യവും മാസം ഞാൻ ഗുരുവായൂർ വരും. പിന്നെ മാസത്തിൽ 3-ാം പ്രാവശ്യം വരിക, വന്നാൽ 2-3 ദിവസം താമസിക്കുക. അങ്ങനെ പോയി ഇപ്പോൾ ഗുരുവായൂരിലായി താമസിക്കുന്നത്. വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ നാട്ടിലും അല്ല, എൻ്റെ ചെന്നൈയിലത്തെ വീട്ടിലും അല്ല, ഗുരുവായൂരിലാണ് താമസിക്കുന്നത്. ഗുരുവായൂരിൽ വന്ന ശേഷം ഭഗവാൻ എല്ലാവർക്കും ദർശനം കൊടുക്കാനും ചിരിച്ച് കാണിക്കാനും അങ്ങനെ പലരും ഇത് കാണാൻ തുടങ്ങി. ഭഗവാൻ ചിരിക്കുന്നതും പിന്നെ നോക്കുന്നതും കൃഷ്ണമണി ഇളകുന്നതും ഒക്കെ പലരും കാണാൻ തുടങ്ങി. അങ്ങനെയാണ് യൂട്യൂബിൽ വൈറലായത് കണ്ടത്. ഇതിപ്പോൾ 5 വർഷമായി ഞാൻ എൻ്റെ ഉണ്ണിയെ കൊണ്ട് നടക്കുന്നത്. ഇപ്പം എൻ്റെ 2 ആൺമക്കളാണ് എനിക്ക്. 3ാമത്തെ കുട്ടിയാണ് ഭഗവാൻ എൻ്റെ കയ്യിൽ ഉള്ളത്. ഭഗവാന്റെ അനുഗ്രഹത്തിൽ സുഖമായിട്ട് ജീവിച്ചിരിക്കും.